ഈ ഒരു ഡെമോയിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്ന് നമ്മളുടെ മോദികെയർ ശ്ലോക പ്യൂരിഫൈയിങ് നീം ആൻഡ് ഗോഡ്കുല ഫേസ് വാഷാണ്. മറ്റേത് നമ്മളുടെ മാർക്കറ്റിൽ നിന്നും ലഭിക്കുന്ന, ഞാൻ കടയിൽ പോയി പറഞ്ഞു നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഫേസ് വാഷ് തരാൻ പറഞ്ഞപ്പോൾ അവരെടുത്ത് തന്നതാണ്. ഇതിൻ്റെ ബ്രാൻഡ് ഞാൻ പറയുന്നില്ല എന്താണെന്ന്, നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഏതാണ്ടൊക്കെ മനസ്സിലായി കാണും ഏതാണെന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ വിയർപ്പെന്ന് പറഞ്ഞാൽ വിയർപ്പിൽ ഉപ്പുണ്ടല്ലേ, ഉപ്പടങ്ങിയിരിക്കും. നമ്മുടെ ശരീരത്തിലുള്ള ഉപ്പ് വിയർപ്പിലൂടെ പുറത്ത് വരും. അപ്പം ഇതൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉപ്പ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഉപ്പാണ്. ഇവിടെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നമ്മളുടെ ബോഡിയിൽ വിയർപ്പിൻ്റെ കൂടെ വെളിയിൽ വരുന്നൊരു സംഭവമാണ് ഈ ഉപ്പെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മുഖമൊക്കെ കഴുകുമ്പം ഇത് പോകണം അല്ലേ, ഈ ഉപ്പ് അലിയിച്ച് അല്ലെങ്കിൽ കഴുകി നമുക്ക് കളയണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പും അതുപോലെ മാലിന്യങ്ങളും, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫേസ് വാഷൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഇത് രണ്ടായിട്ട്, ഈ ഉപ്പ് രണ്ടായിട്ട് ഞാൻ ഭാഗിച്ചു. ഒന്നിൽ നമ്മൾ ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ഒഴിക്കും, ഒന്നിൽ നമ്മൾ മോദികെയറിൻ്റെ ഈ പ്രൊഡക്റ്റ് ഒഴിക്കും. അതിന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടിയത് കുറച്ച് ഞാൻ ഉപ്പിൻ്റെ മുകളിൽ ഒഴിക്കുകയാണ്. പിന്നെ ഇതിൽ ഞാൻ നമ്മുടെ മോദികെയറിൻ്റെ ശ്ലോക നീം ആൻഡ് ഗോഡ്കുല ഫേസ് വാഷ് ഒഴിച്ചു. രണ്ടിലും ഈക്വൽ ക്വാണ്ടിറ്റിയാണ് ഒഴിച്ചിരിക്കുന്നത്, കാണാൻ പറ്റും. ആദ്യം നമുക്ക് ഈ വെളിയിൽ നിന്ന് വാങ്ങിക്കുന്ന ബ്രാൻഡൊന്ന് ഇതിൽ മിക്സ് ചെയ്ത് നോക്കാം. ഇത് ഉപ്പിനെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാം. ഇത് കുറച്ചുകൂടെ ഒഴിക്കാം നമുക്ക്. ഒഴിച്ച ഉടനെ തന്നെ ഇത് ഒരു സോളിഡായി എന്ന് പറഞ്ഞാൽ ഉപ്പിനെ അലിയിച്ചില്ല, ഉപ്പിനെ നല്ല സോളിഡാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാറക്കല്ല് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് പോലെ എന്തൊക്കെയോ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്ന പോലെ നമുക്ക് തോന്നും. ഇതാ വലിയ വലിയ പീസുകളാക്കി, നല്ല കട്ടിയുണ്ട് കേട്ടോ, പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്നു, അങ്ങനെ ആക്കിയത്. അപ്പം നമ്മൾ ഇത് ഉപ്പിൻ്റെ തരികൾ മുഖത്തുണ്ടെങ്കിൽ വിയർപ്പിൻ്റെ കൂടെ, അത് നമ്മൾ ഇതുകൊണ്ട് കഴുകി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം ഇവിടെ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും അല്ലേ. ഇതാ ഇവിടെ പല പീസായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇത് ആ മുഖത്ത് ആ ക്രിസ്റ്റൽസിനെ ഇതുപോലുള്ള സബ്സ്റ്റൻസ് ആക്കി അത് നമ്മുടെ മുഖത്ത് ഒട്ടിച്ചു വയ്ക്കും. എന്നാൽ ഈ ഒരു നീം ആൻഡ് ഗോഡ്കുല ഫേസ് വാഷിൽ മോദികെയറിൻ്റെ അത് ഈ ഉപ്പിനെ നന്നായിട്ട് അലിയിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പോഴും അത് ഒരു ലിക്വിഡ് ഫോമിലാണ് കിടക്കുന്നത്. കണ്ടോ, എന്നാൽ ഇത് നോക്കിക്കേ, പാറക്കല്ല് പോലായി. എന്താ ഇത് ചെയ്യുന്നത്? അപ്പോൾ ഈ ഉപ്പിനെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിനെ ഇതെന്തൊക്കെ ചെയ്യും? എന്നാൽ ഇവിടെ ഇത് നോക്കിക്കേ, ആ ഉപ്പിനെ നന്നായിട്ട് അലിയിച്ച് അത് ഒഴുക്കിക്കളയുന്നു. ഇത് അതുപോലെ തന്നെ പാറക്കല്ല് പോലെ ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ എന്താണ് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചുപയോഗിക്കുന്നത്. ഈ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ടൊരു അനുഭവം ഉണ്ടെങ്കിൽ തന്നെ ഈ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ബലത്തിൽ നമ്മൾ പിന്നെയും പോയി വാങ്ങിക്കും. നമ്മൾ യൂസ് ചെയ്തതിൻ്റെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും എന്ന് കരുതി പിന്നെയും പോയി വാങ്ങിച്ച് വീണ്ടും നമ്മൾ സ്കിന്നിനെ വളരെ ഹാഷായിട്ട് നമ്മൾ ഡീൽ ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ വളരെ സോഫ്റ്റായിട്ട് ഈ ഉപ്പിനെ നന്നായിട്ട് അലിയിച്ച് അത് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ ഇതങ്ങ് കഴുകിപ്പോവും. എന്നാൽ ഇത് അവിടെ നമ്മുടെ വീണ്ടും നമ്മുടെ വിയർപ്പിൻ്റെയും ഒക്കെ നമ്മുടെ രോമങ്ങളുടെയൊക്കെ ഗ്രന്ഥികൾക്കുള്ളിൽ കടന്ന് ഇത് വീണ്ടും അത് നമ്മുടെ ശരീരത്തിന് ഹാം ചെയ്യും. പിന്നെ പല മുഖക്കുരുവും സ്കിൻ ഡിസീസസും ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു എന്താ പറയുക, ലാമിനേറ്റ് ചെയ്ത പോലെ മുഖത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് ഇതുപോലുള്ള ഈ പ്ലാസ്റ്റിക് പോലുള്ള സബ്സ്റ്റൻസാണ്. അതായത് നോക്കൂ, ഇതാണ് ഈ വെളിയിൽ നിന്ന് വാങ്ങിച്ച വലിയ ബ്രാൻഡ്. ഇത് റബ്ബർ പോലെ, എന്തോ റബ്ബറാണോ പ്ലാസ്റ്റിക് ആണോ എന്തോ എന്നറിയില്ല, അതുപോലെയായി. ഇത് ഉപ്പാണിത്, ഉപ്പ് അതും കൂടെ മിക്സായപ്പോൾ എന്തൊക്കെയോ ആയി. ഇത് നമ്മുടെ സ്കിന്നിനോട് എത്ര അപരാധമാണ് നമ്മൾ ചെയ്യുന്നതെന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുക ഇതൊക്കെ ഉപയോഗിച്ചിട്ട്. എന്നാൽ നമ്മുടെ ഈ നീം ആൻഡ് ഗോഡ്കുല ഫേസ് വാഷ് നമ്മുടെ സ്കിന്നിൻ്റെ ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓയിലിനെയൊക്കെ മാറ്റി നല്ല
സ്മൂത്ത് ഷൈനുമാക്കി മാറ്റി സ്കിന്നിനെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് നമ്മുടെ മോദിക്കൻ്റെ ശ്ലോക നീം ആൻഡ് ഗുഡ്കുല ഫേസ് വാഷ്. നമ്മുടെ എല്ലാ പ്രൊഡക്റ്റിനെ പോലെ തന്നെ മോദിക്കൻ്റെ എല്ലാ പ്രൊഡക്റ്റിനെ പോലെ തന്നെ നമുക്ക് സേഫാണ്. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്.